ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നറിയോ? കപ്പയും ബീഫും ഇട്ടിട്ട് നല്ല അടിപൊളി കപ്പയും ബീഫുള്ള കൂട്ടാൻ. ഓരോ സ്ഥലത്ത് ബിരിയാണി എന്ന് പറയും, കൂട്ടാൻ എന്ന് പറയും. പല പല നാട്ടിൽ പല ഐറ്റംസും പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ കൂട്ടാൻ കപ്പയും പൂള കൂട്ടാൻ എന്നൊക്കെ പറയുമല്ലോ, ഇറച്ചിയും പൂളിയും അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഉണ്ടാക്കുക എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നാക്കി വറുത്തെടുക്കട്ടോ, നല്ല മൊരിച്ചെടുക്കുക, നല്ല അരച്ചെടുക്കാൻ പാകാവുള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ കപ്പൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഒരു 2 വിസിലൊക്കെ കപ്പൊക്കെ അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസും കൂടിയാണല്ലേ കപ്പയും ബീഫും എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ നമുക്ക് അതൊന്ന് വിസിലടിക്കാൻ വെക്കുക. അതിന് പിന്നെ വിസിലടിക്കുമ്പോഴത്തേന് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കപ്പ പിന്നെ വേവലും തേങ്ങ അരക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ബീഫൊക്കെ നല്ല വേവിച്ച് വെച്ച് കറി വെക്കാൻ എടുത്ത ബീഫിൽ നിന്ന് എല്ലുകളൊക്കെ എടുത്തിട്ട് വേവിച്ചതാണ് കേട്ടോ. എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ്. അപ്പം നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് കപ്പ വേവിച്ചത് ഇട്ട് കൊടുക്കുക, പിന്നെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക, പിന്നെ അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ആവശ്യത്തിന് എന്തെങ്കിലും മസാലകൾ ചേർക്കേണ്ടി വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മസാലയും ചേർക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവൂലേ, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാ നമ്മളെല്ലാം മസാല ഒക്കെ ഇല്ലാത്ത മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അടുപ്പത്ത് വെച്ച് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മല്ലിച്ചപ്പും ഇതൊക്കെ ചേർക്കുമ്പോൾ. നമ്മളെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മഴയൊക്കെ അല്ലേ, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, അസ്സലാമു അലൈക്കും.